അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് വിശുദ്ധ ഖുർആനിന്റെ ചില സൂറത്തുകളുടെ തുടക്കത്തിൽ ഹെഡിങ്ങിൽ കണ്ടതുപോലെയുള്ള പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഓതി പരിചയമുള്ള ഒരാളെ സംബന്ധിച്ച് പ്രയാസമുണ്ടാവില്ല. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഒരു പക്ഷേ ആ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന്, അല്ലെങ്കിൽ ഓതിയിട്ട് ശരിയാണോ എന്ന് പോലും നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഭാഗമായതുകൊണ്ട് ഏകദേശം പദങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ആ ഓതേണ്ട രൂപം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാലത്തോളം അതിലൊരു കൺഫ്യൂഷൻ വരില്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് ഓതുമ്പോൾ ഇത് ഇന്ന ഭാഗമാണ് ഓതുന്നത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമുക്കത് പഠിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓതാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്നതാണ് ഓതേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓതാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആവശ്യമുള്ള ആളുകൾ ക്ലാസ് കേൾക്കും. ഇതിനു മുമ്പ് നമ്മൾ ഈ ക്ലാസ് കുറെ മുമ്പ് നമ്മുടെ ചാനൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവർക്കൊക്കെ മനസ്സിലാക്കാം എന്ന് കരുതിയിട്ടാണ് ഒന്നുകൂടി വിശദമായിട്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ രൂപം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് ഓതാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇപ്പൊ നമ്മൾ ചാർട്ടിൽ കാണുന്ന 4 അക്ഷരങ്ങളാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ കാണുന്നത്. ആദ്യത്തെ അക്ഷരം ഏതാണ്? ഒന്ന് നോക്കി. ആദ്യത്തെ അക്ഷരം അലിഫാണ്. രണ്ടാമത്തെ അക്ഷരം ലാമാണ്. മൂന്നാമത്തെ അക്ഷരം മീമാണ്. നാലാമത്തെ അക്ഷരം ഏതാണ്? സ്വാദാണ്. ഈ 4 അക്ഷരം അതുപോലെ പറഞ്ഞാൽ മതി. ഇതാണ് ഇപ്പൊ നമ്മളെ ഒന്നാമത്തെ മെത്തേഡ്. ഒന്നാമത്തെ രൂപം ഇങ്ങനെയാണ്. അതിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണോ ആ അക്ഷരങ്ങൾ അതുപോലെ പറയുക. ഒന്ന് പറഞ്ഞു നോക്കി. അലിഫ്, ലാമ്, മീം, സ്വാദ്. മീം അല്ലേ, സ്വാദ്, അലിഫ്, ലാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അലിഫ് പോലെ തന്നെ പറയുക. അവിടെ നീട്ടാനുള്ള അക്ഷരമുണ്ട്, മദ്. അലിഫിന്റെ അവിടെ മദ്ദില്ല, അപ്പൊ അത് നീട്ടേണ്ട ആവശ്യമില്ല. ലാമിന്റെ അവിടെ മദ്ദുണ്ട്, അപ്പൊ ലാമിന്റെ അവിടെ മദ്ദുണ്ടായത് കൊണ്ട് തന്നെ അവിടെ മദ് കൊടുത്തിട്ടാണ് ഓതേണ്ടത്. ലാം, മീം, സ്വാദ്. ഇതാണ് നീട്ടേണ്ട രൂപം ഇങ്ങനെയാണ്. അപ്പോൾ നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുകയും നീട്ടാൻ ഇല്ലാത്ത സ്ഥലത്ത് നീട്ടാതിരിക്കുകയും ചെയ്യുക. അത്ര തന്നെ. അക്ഷരങ്ങൾ അതുപോലെ പറയുക, നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. പിന്നെ നമ്മൾ ഉച്ചാരണത്തിൽ എങ്ങനെയാണ് അക്ഷരങ്ങൾ? അലിഫ് അതുപോലെ പറയുക. ലാം, അതിന്റെ അവസാനം വരുന്ന അക്ഷരം, ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരം ലാം. മീമാണ്, സുക്കൂനുള്ള മീമാണ്. ലാം. പിന്നെ അതിന്റെ ശേഷം വരുന്ന മീമ്, ഇവിടെ നമ്മളെ ചാർട്ടിൽ കാണുന്ന ആ പദത്തിൽ കാണുന്ന മീമ്. ഇപ്പോൾ ഒരു അക്ഷരത്തിന് ഇപ്പൊ അലിഫ് എന്ന് പറയുമ്പോൾ അതിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെ? അലിഫ് എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഉണ്ടല്ലോ. ആ ലീഫ്, അലിഫ്, ആ ലീഫ്, ഇതാണ് അക്ഷരങ്ങൾ. അപ്പൊ അത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അലിഫ്, ലാം എന്ന് പറയുമ്പോ അവിടെ എന്തുണ്ട്? ലാ, അതിന് ശേഷം ലാം, അലിഫ്, ലാം, അലിഫ്, ലാം. സുക്കൂനുള്ള മീമാണ്. അതിന് ശേഷം നമ്മുടെ പദത്തിൽ കാണുന്ന മീമുണ്ട്. അപ്പൊ ആദ്യത്തെ ലാം എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള മീമാണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ സുക്കൂനുള്ള മീമിന്റെ ശേഷം പിന്നെ മീമ് വന്നു. ആ നിയമങ്ങളും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും. ലാം, മീം, സ്വാദ്. ഒന്നുകൂടി. അലിഫ്, ലാം, മീം, സ്വാദ്, മീം.
സുക്കൂണുള്ള മീമിന് ശേഷം സ്വാദ് വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം. സുക്കൂണുള്ള ആ ചാർട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ മേലുള്ള ചാർട്ടിലേക്ക് നോക്കിയാൽ മതി. സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. മീമിന്റെ ശേഷം മീമാണ് വന്നതെങ്കിൽ ഇദ്ഗാം ചെയ്യണം, കൂട്ടി യോജിപ്പിച്ച് അവിടെ മണിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ അവിടെ ആ ഒരു സ്ഥലമാണ് ഏത്? അലിഫ് ലാം മീ ല്ലേ? ആ മീമിന് ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യും, എന്നിട്ട് മണിക്ക. ലാം അവിടെ മദ് ശ്രദ്ധിക്കണം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അലിഫ് ലാം മീം സ്വാദ്. ഇടക്ക് നീട്ടാനുള്ള കാരണം മദ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന ഇഖ്ഫാവും, നമ്മൾ സാധാരണ ഖുർആൻ ഓതുമ്പോൾ ഉള്ള ഇഖ്ഫാവും അതുപോലെ ഇദ്ഹാറും ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും അതൊക്കെ ശ്രദ്ധിക്കണം. അതിനൊക്കെ പുറമെ പ്രധാനമായിട്ടും ഈ ഒരു കാര്യങ്ങൾ പറയാൻ പോകുന്ന വിഷയം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള ഇഖ്ഫാം ഇദ്ഹാർക്ക് എന്ത് ചെയ്യുക, അത് നമ്മൾ എല്ലായിടത്തും പാലിക്കേണ്ടത് പോലെ തന്നെ ഇവിടെയും പാലിക്കേണ്ടതാണ്. അപ്പോ ഒന്നാമത് പറഞ്ഞത് അക്ഷരങ്ങൾ അതുപോലെ പറയുക എന്നുള്ളതാണ്. രണ്ടാമത് മദ്ദുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ഉദാഹരണം പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി പിന്നെ വേറെ ഒരു രൂപം കൂടി പറഞ്ഞുതരും. അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കാം. അലിഫ് ലാം മീം അലിഫ് ലാം മീം സ്വാദ്. അത് മനസ്സിലായല്ലോ അല്ലേ? അടുത്ത അക്ഷരം ഒന്ന് നോക്കി. അടുത്തത് അലിഫാണ്, ലാമാണ്, റോ ആണ് അല്ലേ? ഇതിൽ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞു, അക്ഷരങ്ങൾ അതുപോലെ പറയുക എന്ന് പറഞ്ഞു. അലിഫ് പോലെ പറയുക, ലാം പോലെ പറയുക. ലാം റോ നമ്മൾ സാധാരണ ബ അല്ലേ? അതില് നമ്മൾ സാധാരണ പറയല് ബ അല്ലേ? അലിഫ് ബ ത ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ പറയല്. അല്ലെങ്കിൽ പണ്ട് മുതൽ പറഞ്ഞ ഒരു ശീലുണ്ട് ബ ത എന്നുള്ളത് അല്ലേ? അതിലെ ത എന്ന് പറയുമ്പോ ഒഴിവാക്കിയിട്ട് ഈ ത ബ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ത ബ ഇതൊക്കെ അതിൽ അവസാനിക്കുന്ന ഈ ഹംസയെ ഒഴിവാക്കി പറയാം. അപ്പൊ റോയില് റോ അല്ലേ എന്ന് പറയുമ്പോൾ ആ എന്നപ്പോ പിന്നെ അക്ഷരത്തെ ഒഴിവാക്കിയിട്ടാണ് പറയേണ്ടത്. ഒന്ന് പറഞ്ഞ് അക്ഷരം അതുപോലെ പറയുക. രണ്ട് മദ്ദുകൾ എന്ത് ചെയ്യുക, നീട്ടുക. മൂന്നാമത് പറയുന്നത് ഈ റാ പോലത്തെ പോലത്തെ ബ പോലത്തെ ബ ഇല്ല എങ്കിലും അതുപോലത്തെ അക്ഷരങ്ങൾ വരുന്ന ഹ എന്ന് പറയുമ്പോൾ ഹ അല്ലേ? അതിലുള്ള ഹംസയെ ഒഴിവാക്കിയിട്ടാണ് പറയേണ്ടത്. അപ്പൊ ഹ എന്ന് പറഞ്ഞാൽ മതി. ഹ എന്നുള്ളിടത്ത് ഹ, ഹ എന്നുള്ളിടത്ത് ഹ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ പദത്തുമ്പോ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പൊ അലിഫ് അവിടെ നീട്ടണ്ട, ലാമിന്റെ അവിടെ നീട്ടാനുണ്ട്, നീട്ടണം. റോന്റെ അവിടെ എന്ത് ചെയ്താൽ മതി, റോ എന്ന് പറഞ്ഞാൽ മതി. സാധാരണ ചെറിയൊരു നീട്ടൽ നീട്ടിയാൽ മതി. അവിടെ മദ്ദില്ലല്ലോ. അപ്പോ റോ എന്ന് പറയാതെ റോ ഒന്ന് പറഞ്ഞു നോക്കി. അലിഫ് ലാം റോ, അലിഫ് ലാം റോ, അലിഫ് ലാം റോ എന്നല്ല റോ, അലിഫ് ലാം റോ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ഒന്ന് ഓതി നോക്കി. അലിഫ് ലാം റോ, അലിഫ് ലാ മദ്ദുണ്ട്. അലിഫ് ലാം റോ, അലിഫ് ലാം റോ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. അടുത്തത് പറഞ്ഞ നിയമങ്ങൾ ഓർമ്മ ഉണ്ടാകണം. പിന്നെ അക്ഷരങ്ങൾ അതുപോലെ പറയുക. അക്ഷരങ്ങൾ പറയുമ്പോൾ തന്നെ പോലത്തെ ബ പോലത്തെ അക്ഷരങ്ങളാണെങ്കിൽ അതിലെ ഹംസയെ ഒഴിവാക്കിയിട്ട് വേണം പറയാനുള്ളത്. അതുപോലെ തന്നെ മദ്ദുണ്ടെങ്കിൽ മദ് നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതല്ലെങ്കിൽ മദ് അങ്ങനെ തന്നെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രം. അപ്പൊ ഇവിടെ ആദ്യത്തെ അക്ഷരം തോ അല്ലേ? തോ തോ. അപ്പൊ തോ എന്ന് പറയാതെ തോ തോ. പിന്നെ രണ്ടാമത്തെ അക്ഷരം സീനാണ്. സീൻ സീൻ കേൾക്കണം. സീൻ
കാരണം അതിന്റെ ശേഷമുള്ള ഇനി പിന്നെ വേറെ അക്ഷരമൊന്നും ഇല്ല, അത് അവിടെ തന്നെ നിർത്തിയിട്ട് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. അപ്പൊ അവിടെ സുക്കൂന് കൊണ്ട് തന്നെയാണ് ഇനി വഖഫ് ചെയ്തിട്ട് ഓതിയാലും വഖഫ് ഇല്ലാതെ ഓതിയാലും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് തോസീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അവസാനത്തിൽ സുക്കൂണുള്ള നൂനാണ്, നൂനിന്റെ ശേഷം ത ആണ് വന്നിട്ടുള്ളത് അല്ലെ, തിൽക്ക. അവിടെ ആ നിയമം നോക്കേണ്ട, എന്ത് ചെയ്യണ്ട, ഇങ്ങനത്തെ പദങ്ങൾ വന്നാൽ അവിടെ മദ് ലാസിമാണ്. അല്ല പിന്നെ ഇവിടെ ഈ വരുന്ന പിന്നെ സുക്കൂന് അവിടെ നിർബന്ധമായിട്ട് നമ്മൾ സുക്കൂനായിട്ട് തന്നെ ഉച്ചരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ വഖഫ് ചെയ്ത് ഓതിയാലും വഖഫ് ചെയ്യാതെ ഓതിയാലും ആ സുക്കൂന് നിർബന്ധമാണ്. തോസീൻ അവിടെ വഖഫ് ചെയ്തു, ഇനി വഖഫ് ചെയ്യാതെ ഓതിയാലും തോസീൻ തിൽക ആയാതുൽ ഖുർആൻ. അപ്പോ ഓതേണ്ട രൂപം തോ എന്ന് പറയേണ്ട കാരണം മദ്ദില്ല. തോ 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 ചെറിയൊരു നീട്ടല്. തോ തോസീൻ തോസീൻ സീൻ. അവിടെ പ്രത്യേകം മദ്ദുണ്ട്, ആ മദ് നമ്മൾ നീട്ടിയിട്ട് തന്നെ പറയണം. തോസീൻ. നിയമം മനസ്സിലായല്ലോ? തോ എന്ന് പറയാതെ തോ. തോസീൻ തോസീൻ തിൽക ആയാതുൽ ഖുർആൻ. അടുത്തത് ആദ്യത്തെ അക്ഷരം പറയും. ആദ്യത്തെ അക്ഷരം എന്ന് പറഞ്ഞു നോക്കി, അലിഫ്. രണ്ടാമത്തെ അക്ഷരം ലാം. മൂന്നാമത്തെ അക്ഷരം മീം. അപ്പൊ അലിഫ് അതുപോലെ തന്നെ പറയുക. അലിഫ് അലിഫ്. ല ല അവിടെ മദ്ദുണ്ട്. ലാം ലാം. അവിടെ അവസാനം സുക്കൂണുള്ള മീമാണ്. സുക്കൂണുള്ള മീമിന് ശേഷം പിന്നെ പദത്തിൽ വരുന്ന മീമ് അപ്പൊ മീമാണ്. സുക്കൂണുള്ള മീമിന് ശേഷം മീം വന്നാൽ കൂട്ടി യോജിപ്പിച്ച് ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും. ലാം മീം അലിഫ് ലാം മീം. അവിടെ രണ്ടക്ഷരത്തിന് മദ്ദുണ്ട്, ആ മദ്ദുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അക്ഷരങ്ങൾ അതുപോലെ പറയുക, മദ്ദുകൾ ശ്രദ്ധിക്കുക. അതിന്റെ ഇടയിൽ വരുന്ന പിന്നെ ഇദ്ഗാം അതുപോലെ തന്നെ ഇഖ്ഫ. ഇവിടെ ഇദ്ഗാമ വന്നിട്ടുള്ളത്, ഇദ്ഗാം ശ്രദ്ധിക്കുക. ഇദ്ഗാം ബിഗുന്നയാണ്, സുക്കൂണുള്ള മീമിന് ശേഷം മീം വന്നാൽ. അപ്പോ അലിഫ് ലാം മീം. അത് അങ്ങനെ തന്നെ നീട്ടിയിട്ട് തന്നെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ തന്നെ ഓതണം ഇൻഷാ അല്ലാഹ്. ഒന്ന് ഓതി നോക്കി. അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബ്. അടുത്ത അക്ഷരം ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ. ഏതാക്ഷരം? ഖാഫാണ്. ഖാഫാണ് അക്ഷരം. പക്ഷെ അതിന്റെ മേലെന്തുണ്ട്? മദ്ദുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നീട്ടിയിട്ടാണ് പറഞ്ഞാൽ മതി. ഏതുപോലെ അക്ഷരം അതുപോലെ നീട്ടിയിട്ടാണ് പറഞ്ഞാൽ മതി. എന്നുള്ള സുക്കൂനാക്കി തന്നെ പറയണം. വഖഫ് ചെയ്താലും ഇല്ലെങ്കിലും സുക്കൂനാക്കിയിട്ടാണ് പറയേണ്ടത്. വൽ ഖുർആനിൽ മജീദ്. അടുത്തത് അതുപോലത്തെ അക്ഷരാണ്. ഏതാണ് അക്ഷരം? ഇപ്പൊ പറഞ്ഞ മെത്തേഡില്ലേ, ഒന്ന് പറഞ്ഞു നോക്കി. നൂൻ. എങ്ങനെ? നൂൻ. എന്താ കാരണം? മദ്ദുണ്ട്, നീട്ടാനുള്ള ആ ചിഹ്നമുണ്ട്. മേലെ കണ്ടില്ലേ നീട്ടാനുള്ള ചിഹ്നം, മദ്, ആ വളഞ്ഞത്, അതാണ് നീട്ടാനുള്ള ചിഹ്നം. ആ ചിഹ്നം കണ്ടാൽ എന്ത് ചെയ്യണം? നീട്ടാനുള്ളതാന്ന് മനസ്സിലാക്കണം. അപ്പൊ നൂൻ വളരെ സിമ്പിളാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ സുക്കൂണുള്ള നൂനാണ്. നൂൻ. അവിടെ വഖഫ് ചെയ്താലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ പറയണം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. വമാ യസ്തുറൂൻ.
യസ്തുറൂൻ. മറ്റുള്ള നിയമങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല, ഇത് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത അക്ഷരം നേരത്തെ പറഞ്ഞ ആദ്യത്തെ അക്ഷരം ഏതാണ്? ഹ അല്ലേ? അതിനെന്ത് ചെയ്യണം? ഹ എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. ഹ. പിന്നെ രണ്ടാമത്തെ അക്ഷരം മീമാണ്. മീമ് കഴിഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ കഴിഞ്ഞു. മീം എന്താ ചെയ്യാ? മീം അല്ലേ? ഇതിന്റെ മേലെ മദ്ദുണ്ട്. മീം. അപ്പോ ഹ എന്നുള്ളത് സാധാരണ ഒരു നീട്ടൽ നീട്ടിയാൽ മതി. ഹ മീം ഹ മീം. മനസ്സിലായില്ലേ? ഹമീം വൽ കിതാബിൽ മുബീൻ. അടുത്ത അക്ഷരം ഏതാണ്? ഒറ്റ അക്ഷരമുള്ളൂ, അതിന്റെ മേലെ മദ്ദുണ്ട്, നീട്ടുക. ആ അക്ഷരം അതുപോലെ പറയുക. ഏതാണ് അക്ഷരം? സ്വാദ്. സ്വാദ്. വൽ ഖുർആനി ദിക്ർ. അടുത്തത് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഒരു പക്ഷേ ചില ആളുകളൊക്കെ ഇത് യാന്ന് പറഞ്ഞ് നീട്ടാനുണ്ട്. ഉണ്ടോ ഇല്ല എന്നുള്ള സ്വയം നോക്കുക. ഉണ്ടെങ്കിൽ ഇപ്പൊ മാറ്റുക. യാസീൻ. സി എന്നുള്ളടത്താണ് മദ്ദുള്ളത്. സീൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യാ എന്നല്ല, അത്ര നീട്ടണ്ട, സാധാരണ നീട്ടുന്നത് പോലെ യാ. കാരണം അവിടെ മദ്ദൊന്നും ഇല്ല, മദ്ദൊന്നും ഇല്ല. യാ എന്നുള്ളതാണ്. യാ അല്ലേ? യാ എന്നുള്ളതിന് യാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നുള്ളത് പറയേണ്ടതില്ല. യാസീൻ. യാസീൻ. അതുപോലെ പറയുക. യാസീൻ والقرآن الحكيم. والقرآن الحكيم. ياسين. 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 ياسين والقرآن الحكيم. والقرآن الحكيم. യാസീൻ. യാസീൻ. അതുപോലെ തന്നെ പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് ആരെങ്കിലും പ്രത്യേകമായിട്ട്, കാരണം എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തായത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ആരെങ്കിലും സാധാരണ ഈ രൂപത്തിലല്ല ഓതുന്നതെങ്കിൽ ഇപ്പൊ തന്നെ അത് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആക്കുക. ഒരു 10 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് പറയാം, എന്നിട്ട് അടുത്ത് കേട്ടാൽ മതി. അപ്പൊ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ഓതുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. യാസീൻ ഒന്ന് പറഞ്ഞു നോക്കി. അറിയുന്നവരും അറിയാത്തവരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. യാസീൻ. യാസീൻ. യാസീൻ വൽ ഖുർആനിൽ ഹകീം. അടുത്തത് അടുത്ത അക്ഷരം ഏതാണ്? ത്വ ആണ് അല്ലേ? ത്വ. 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 ത്വ എന്ന് പറയണ്ട. ത്വ. പിന്നെ ഏതക്ഷരം? പിന്നത്തെ അക്ഷരം സീനാണ് അല്ലേ? സീൻ. മദ്ദുണ്ട്. സീൻ. പിന്നത്തെ അക്ഷരം മീമാണ്. മീം. മദ്ദുണ്ട്. അപ്പൊ ഇവിടെ സീൻ എന്ന് പറഞ്ഞപ്പോ സുക്കൂനുള്ള നൂന വന്ന്. സീന് അല്ലെ? സീന്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. നൂനിന്റെ നിയമങ്ങൾ നമുക്കറിയാം. സുക്കൂനുള്ള നൂനിന്റെ ശേഷം, ഇല്ലെങ്കിൽ ആ ചാർട്ടിലേക്ക് നോക്കുക. സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. സീം മീം ത്വസീം. ത്വസീൻ എന്ന് പറയാതെ, കാരണം സീൻ അത് മാത്രം ഉണ്ടെങ്കിൽ ത്വസീൻ ത്വസീൻ എന്നാ പറയാല്. അവിടെ മീം ഉണ്ടായതുകൊണ്ട് സുക്കൂനുള്ള നൂനിന്റെ ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്ന ചെയ്യണം. ത്വസീം മീം. മനസ്സിലായില്ലല്ലേ? ഓതേണ്ട രൂപം, അക്ഷരങ്ങൾ ഓതേണ്ടത് ത്വ സി ത്വസീം മീം.
അപ്പൊ ഇത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു പഠിക്കുക, പിന്നെ അത് മാറൂല. അടുത്തത് സൂറത്ത് മറിയമിലെ തുടക്കഭാഗം അല്ലേ? ആദ്യത്തെ അക്ഷരം ഏതാണ്? കാഫാണ്. അവിടെ എന്തുണ്ട്? മദ്ദുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ഒന്ന് പറഞ്ഞു നോക്കി, നീട്ടിയിട്ട് പറയാ. പറയേ. കാഫ് കാഫ് കാഫ്. രണ്ടാമത്തെ അക്ഷരം ഹാ ഒഴിവാക്കുക. ഹാ യാ ഒഴിവാക്കിയിട്ട് ആ രണ്ടാമത്തെ അക്ഷരം പറഞ്ഞാണ് ഹാ യാ. ഹാ യാ കാഫ് ഹാ യാ. സാധാരണ നീട്ടുന്നത് പോലെ നീട്ടിയാൽ മതി, മദ്ദില്ല. നോക്കിയാൽ മതി, അവിടെ നോക്കിയാൽ മതിയല്ലോ. ഓതുമ്പോ ഒന്ന് നോക്കിയാൽ മതി ഏതൊക്കെയാ മദ്ദുള്ളത്. കാഫ് ഹാ യാ. പിന്നത്തെ അക്ഷരം ഐനാണ് അല്ലേ? ഐനാണ്. അപ്പോ അതിന്റെ മേലെ മദ്ദുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? അതിന്റെ ശേഷം സ്വാദാണ്. ഐന് എന്ന് പറഞ്ഞപ്പോ സുക്കൂനുള്ള നൂന് വന്നു, ഐന് അല്ലേ? ഐൻ. അപ്പൊ സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ് വന്നാൽ ഇഖ്ഫാ ചെയ്യേണ്ടതാണ്. അവിടെ ഇഖ്ഫാ ചെയ്യാം. അപ്പൊ ഇവിടെ നീട്ടേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കാഫുണ്ട്, ഐനുണ്ട്, സ്വാദ് ഉണ്ട്. ഈ 3 അക്ഷരങ്ങൾ നീട്ടണം. ബാക്കി 2 അക്ഷരങ്ങൾ നീട്ടാതെ ഓതുക. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഐ എന്ന് പറയാ. ഐ എന്ന് പറയുന്നത് ഐൻ. പിന്നെ അതിന് ശേഷം ഇഖ്ഫാ വരേണ്ടതാണ്. ഐൻ സ്വാദ്. കാഫ് ഹാ യാ ഐൻ സ്വാദ്. അതുപോലെ തന്നെ ഓതുക. കാഫ് കാഫ് ഹാ യാ കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഐ ല്ലേ? അവിടെ ഐൻ ഐ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇഖ്ഫാ വരേണ്ടത്. ഐ അതാണ് നീട്ടല്. അത് നീട്ടല് അക്ഷരം നീട്ടൽ എങ്ങനെ? ആ എന്ന് പറയലല്ല, ഐ മദ്ദലീന് പോലെ അല്ലേ? ഐൻ സ്വാദ്. ഈ ഐനിന്റെ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഐൻ 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 എന്ന് പറയുന്നത് ഐൻ സ്വാദ്. ഇഖ്ഫാന്റെ സ്ഥലമാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ذكر رحمة ربك عبده زكريا. നെക്സ്റ്റ്. അവിടെ 2 അക്ഷരമാണുള്ളത്. 2 അക്ഷരത്തിന് നീട്ടാനില്ല. അപ്പൊ നീട്ടാതെ സാധാരണ നീട്ടൽ നീട്ടിയാൽ മതി. ആദ്യത്തെ അക്ഷരം തോ എന്ന് പറയണ്ട, ഹ എന്ന് പറയണ്ട. തോ ഹ തോ ഹ തോ ഹ തോ ഹ. മനസ്സിലായില്ലേ? തോ ഹ ഹ. തോഹ് എന്ന് പറയണ്ട, തോഹി എന്നല്ല, തോഹു എന്നല്ല. തോ ഹ ഹ തോ ഹ തോ ഹ. മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ. അപ്പൊ ഏകദേശം പിന്നെ അക്ഷരങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഇതല്ലാത്ത അക്ഷരങ്ങൾ ഓർമ്മയിലുള്ള പിന്നെ പദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് വന്നാലും ഓതേണ്ട രൂപങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അക്ഷരം അതുപോലെ പറയുക. അതുപോലെ തന്നെ നീട്ടാനുണ്ടെങ്കിൽ നീട്ടുകയും ചെയ്യുക. അക്ഷരം അതുപോലെ പറയുക, നീട്ടാനുണ്ടെങ്കിൽ നീട്ടുകയും ചെയ്യുക. ഇതിന്റെ ഇടയിൽ വരുന്ന പിന്നെ ഇഖ്ഫാവും ഇദ്ഹാറൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹ
യാ പോലത്തെ അക്ഷരത്തിന്റെ അവസാനത്തിൽ വരുന്ന പിന്നെ ആ ഒഴിവാക്കിയിട്ടാണ് ആ അക്ഷരങ്ങളെ പറയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അക്ഷരങ്ങൾ അതുപോലെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്ന്, മദ്ദുകൾ ഉണ്ടെങ്കിൽ മദ്ദുകൾ നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ പറഞ്ഞത് ഹ യ പോലത്തെ അക്ഷരത്തിന്റെ അവസാനം ആ ഹ തുടക്കത്തിലുള്ള ഹ എന്നുള്ള മാത്രം ഉച്ചരിച്ചാൽ മതി. പിന്നെയുള്ളത് സാധാരണ ഓതുന്നത് പോലെ എല്ലാ സൂറത്തുകളിലും എല്ലാ ആയത്തുകളിലും ഓതുമ്പോൾ നിയമങ്ങൾ പാലിക്കേണ്ട ഇഖ്ഫാവും ഇദ്ഹാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും പിന്നെ സുക്കൂണിന്റെ നൂനിന്റെ ശേഷം വരുന്ന അക്ഷരങ്ങൾ, അതുപോലെ തന്നെ സുക്കൂണിന്റെ മീമിന്റെ ശേഷം വരുന്ന അക്ഷരങ്ങൾ അല്ലെ, ഇഖ്ഫ ആണ് പ്രത്യേകം. അതുപോലെ തന്നെ ഇദ്ഗാമും ബിഗുന്ന, ഇതല്ലാത്ത വേറെ ഇപ്പൊ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് പാലിക്കുക. അപ്പൊ ഈ അക്ഷരങ്ങൾ ഇതുപോലെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഒരു പിഴവ് നമ്മളെ ഓത്തിൽ വരാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വല്ല ഭാഗങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ പരമാവധി എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഓതുകയും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ ഉപകരിക്കുമെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ഇത് പിന്നെ പ്രധാനമായിട്ടും നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ലൈക്കും അതുപോലെ തന്നെ ഷെയറും ഒക്കെ തന്നെയാണ് ഈ വീഡിയോ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പരമാവധി പരമാവധി എന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ പിന്നെ കഴിവിൻ്റെ പരമാവധി ക്ലാസ് പിന്നെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം അല്ലാഹു തആല നമ്മുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും നാം ഈ ഓതിയതൊക്കെ അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഓതിയതും കേട്ടതും നാം ഓതുന്നതും ഒക്കെ ആയ എല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശുദ്ധ ഖുർആന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനെ റബ്ബെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് സഹോദരന്മാർ പല നിലക്കും വിഷമം പറയിച്ചവരുണ്ട്. അതിലൊക്കെ പ്രധാനമായിട്ടും വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്. അല്ലാഹു തആല ആ ഒരു താല്പര്യം തന്നെ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ, നമുക്ക് എല്ലാവർക്കും നിലനിർത്തി തരട്ടെ. അതിനനുസരിച്ച് പഠിക്കാനുള്ള നല്ല ഗ്രാഹ്യശേഷി അല്ലാഹു തആല പ്രദാനം ചെയ്യുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഓർമ്മശക്തി പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചെങ്കിലും ഓതാൻ അറിയും, നമുക്ക് ഓതാൻ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖും സന്മനസ്സും സാഹചര്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഓതാൻ വേണ്ടി താല്പര്യമുണ്ട്, പക്ഷെ ഓതാൻ അറിയില്ല എന്ന ഒരു വിഷമമുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരുടെ വിഷമങ്ങൾ തീർക്കട്ടെ. അല്ലാഹു തആല തീർത്ത് നൽകി സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ പരിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരസ്പരം എല്ലാവരും ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.